പൊന്നരി വള്ളംവിളിയില് കല്ലെറിയുന്നോളെ അമരത്തിൻ പൂന്തണല് കാത്തിരിക്കുന്നോളെ ഞാൻ ഈ കുറ്റി ഇട്ടിട്ട് വരാം, നീ നടന്നോ. ആ കുറ്റി കൊണ്ടുവരാം. കുറ്റി ഇട്ടോ? എന്നാ ഈ കുറ്റി പിടി. അന്നടാ മനസ്സിരിക്കട്ടെ, നമുക്ക് രണ്ടു കൂടെ ചെല്ലാം. അയ്യോ, മഞ്ജു ഉറങ്ങിയില്ല. അയ്യോ, കഷ്ടായി പോയല്ലോ. അപ്പൊ എന്തേ സിസ്റ്റർ ഉറങ്ങാഞ്ഞ്? എവിടെയായിരുന്നു ഇത്രയും നേരം? ഉച്ചക്കിറങ്ങി പോയതാണല്ലോ. മഞ്ജു, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു തെറ്റ് ആർക്കും പറ്റൂല സിസ്റ്ററെ. ദൈവത്തിന് പറ്റിയിട്ടുണ്ട്, ദൈവോത്തറിന് പറ്റിയിട്ടുണ്ട്. പിന്നെയാണോ മനുഷ്യനാണോന്ന് ചോദിച്ച വാസനിക്കുന്നുണ്ടാവും. അതെ, അവത്താണോ എന്ന് ചോദിച്ചാ അവത്തല്ല. ഈ നമ്മുടെ പീറ്റർ പാവമാണ്, ഇവനെ ഒരു 3-4 പേര് കൂടെ തല്ലി. അപ്പൊ ഞാന് അന്വേഷിക്കാൻ പോകുന്ന വഴിക്ക് ഒരു ബ്രാൻഡി ഷോപ്പിന്റെ ഉദ്ഘാടനം. എന്റെ ഒരു സുഹൃത്താണ്, അവന്റെ അപ്പൊ ഞങ്ങള് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന മഞ്ജു വണങ്ങുന്നതിന്. അയ്യോ, ബിജു ഉറങ്ങി. താരാട്ട് ഉറക്കി തരാം കേട്ടോ. കണ്ണും കൂട്ടി കണ്ണേ മുന്നായ പൊന്നും മകനെ താരാട്ട് പാടുവാൻ അങ്കിളുണ്ടല്ലോ കണ്ണേ. ഉറങ്ങിണ്ടാവല്ലേ? നീ ഇത്ര മനോഹരമായി പാടുന്ന എനിക്കറിയാൻ പാടില്ല. ഞാനല്ല പാടിയത്. അയ്യോ, നമുക്കൊന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ കുളിക്കില്ലേ, വേണ്ട, എനിക്ക് കുളിക്കാൻ പോയ. ഞാനേ ഒരാഴ്ചത്തേക്ക് കുളിക്കാൻ. എന്താ? എനിക്ക് നോലുണ്ടാ. മഞ്ജു എന്താന്നും കഴിക്കാത്ത? ആ പറയുമ്പോൾ പെങ്ങളെന്തൊന്നും കഴിക്കാത്ത? ഞാൻ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? എന്താ ഇങ്ങനെ പറയുന്നത്? എന്നെ വലിയ വിലയില്ലെന്ന് എനിക്കറിയാം. മഞ്ജുവിനല്ലാതെ പിന്നെ ആർക്കാ അവിടെ വില? നീ കാര്യം പറ. ജയേട്ടാ, പ്ലീസ്, ഇനിമേലിൽ കുടിക്കരുത്, തല്ലുകൂടരുത്. ഇല്ല മഞ്ജു, ഇനിമേലിൽ ഞാൻ കുടിക്കില്ല, തല്ലും കൂടില്ല. മഞ്ജു ആണ് സത്യം. മഞ്ജു, ജയനാണ് സത്യം. ഞാനും ഇനി ഇതിനൊക്കെ ശ്രമിക്കാം. സത്യം. കഴിച്ചോളൂ. മോനെ, 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 പാല് കുടിക്ക. ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായില്ലേ? എനിക്ക് ഡാഡി ഒന്ന് കാണണമെന്നുണ്ട്. ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. നിന്റെ വീട്ടിൽ നിറക്കി വിട്ട ആളാണ്. ഇത്രയും നാളായിട്ട് നിന്നെ പറ്റി ഒരു അച്ഛൻ അന്വേഷിക്കാത്ത ആളാണ്. അയാളെ അങ്ങോട്ട് പോയി കാണുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണോ ഈ അനുവാദം ചോദിക്കാൻ നിന്നത്? മണ്ടി, ഒരച്ഛന്റെ വികാരവും വേദനയും എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്താ ഇതുവരെ ചോദിക്കാത്തെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണം. സാർ, വരാൻ പറയൂ.
ഡാഡി. എന്താ ഡാഡി? ഒന്നുമില്ല. സ്വർഗത്തിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും സുഖമാണ് ഡാഡി. നാണു നായരെല്ലാം വേണ്ട പോലെ നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പോലും എന്തു ചെയ്യും? നിനക്ക് പണം വല്ലതും വേണോ? വേണ്ട ഡാഡി, ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എങ്കിൽ പോയിക്കോളൂ ഡാഡി. അല്പനേരത്തേക്ക് മാത്രം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം നീ എന്നോടൊപ്പം ഇല്ലോ എന്നോർത്ത് വിഷമിക്കുന്നതാണ്. ശരി ഡാഡി, ഞാൻ പോകുന്നു. കാറ് പോയിക്കോളൂ. വേണ്ട ഡാഡി, ഞാൻ വന്ന ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, നിന്റെ ഇഷ്ടം.